ഇതിൽ നിങ്ങളോട് ഒരുമിച്ച് ഈ സെഷനിലായിരിക്കാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ടോപ്പിക്ക് ഓൾറെഡി നമ്മൾ ബ്രൗഷറിലുണ്ട്. ഈസ് ഹോളി ലിവിങ് പോസിബിൾ ഇൻ എ സിൻഫുൾ വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അവിടെ പുറകിലുള്ളവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ കേട്ടു, ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കരുത്. അത് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, വി മേക്ക് ഇറ്റ് അവർ അംബിഷൻ ടു പ്ലീസ് ഹിം വെദർ വി ആർ ഇൻ ദിസ് ബോഡി ഓർ ഔട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. നമ്മുടെ ജീവിതത്തിനൊരു ഗോൾ വേണം. എന്താണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്? പല മനുഷ്യരുടെയും ഗോൾ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ പെരിഷിംഗ് പ്ലാൻ. പക്ഷെ ചിലരുടെ പ്ലാൻ ഫ്ലറിഷിംഗ് പ്ലാൻ എന്ന് പറയും. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് പറഞ്ഞു. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. ആ വാക്യത്തിൽ ആ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നിങ്ങൾ മറ്റെന്തെങ്കിലും വെച്ചാൽ ടു ഡൈ വിൽ ബി എ ലോസ്. യു വിൽ ബി ചേസിങ് ആഫ്റ്റർ എ പെരിഷിംഗ് പ്ലാൻ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്ലാനിന് വേണ്ടി ജീവിക്കരുത്, മറിച്ച് ഒരു ഫ്ലറിഷിംഗ് പ്ലാനിന് വേണ്ടി ജീവിക്കണമെങ്കിൽ മരണത്തിനപ്പുറം ഉള്ള പ്ലാനായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. എന്ന് പറഞ്ഞാൽ നിത്യതയെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. ആദ്യം റിജോയ്സ് പാടി, നീ പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നൊക്കെ കൊച്ചുനാളിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ പരിശുദ്ധി, വിശുദ്ധി എന്നുള്ളതിനെക്കുറിച്ച് അറിയുവാനായിട്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഈ നിങ്ങളുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ എന്താണ് വിശുദ്ധ ജീവിതം? സെറ്റ് ഓഫ് റൂൾസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമാണോ? ചിലത് ചെയ്യാം, ചിലത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ? അതോ അതിനപ്പുറമായിട്ട് അതിനേക്കാൾ വലുതായിട്ടുള്ള ഒരു കാര്യമുണ്ടോ ഈ വിശുദ്ധ ജീവിതം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ദൈവവചനത്തിലേക്ക് എത്തി നോക്കാം. ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇപ്പോൾ നമ്മൾ പാടിയ ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞത് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടെ ആഴത്തിൽ അത് പാടുവാൻ, ഹൃദയത്തിൽ നിന്ന് പാടുവാനായിട്ട് നിങ്ങൾ എക്യുപ്ഡ് ആയിട്ട് തീരണം. അതാണ് എൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ ഈസ് ഹോളി ലിവിങ് പോസിബിൾ ഇൻ എ സിൻഫുൾ വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുമോ? അതിൻ്റെ ഉത്തരം യെസ് ഓർ നോ എന്നാണോ, അതോ യെസ് ആൻഡ് നോ എന്നാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ചിലർ പറയും സാധിക്കില്ല, ചിലർ പറയും സാധിക്കും. പക്ഷേ അതിനകത്ത് യെസ് ഓർ നോ എന്നല്ല, പക്ഷേ യെസ് ആൻഡ് നോ. പറ്റും, ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റില്ല. ആർക്ക് പറ്റും, ആർക്ക് പറ്റില്ല, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഈ സ്ലൈഡ് പറ്റില്ല, പറ്റും, സാധിക്കും, സാധിക്കില്ല, യെസ് ആൻഡ് നോ എന്ന് പറയുന്ന പാരഡോക്സ് അല്ലെങ്കിൽ വിരോധ സത്യം, ആരിൽ ഇത് നടക്കും, ആർക്കിത് പറ്റില്ല എന്നുള്ളതിനെക്കുറിച്ച് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ സ്ലൈഡ് എന്താ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 18:27, ലൂക്ക് ചാപ്റ്റർ 18:27 ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, വാട്ട് ഈസ് ഇമ്പോസിബിൾ വിത്ത് മാൻ ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. അപ്പോൾ വിശുദ്ധ ജീവിതം ദൈവത്തിൻ്റെ കൃപയാൽ സാധ്യമാണ്, എന്നാൽ പാപിയായ ഒരു മനുഷ്യന് സ്വന്തം ശക്തിയിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതൊരു ഫൗണ്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്, സ്ലൈഡിൽ എഴുതിയിട്ടിരിക്കുന്നത്. ഹോളി ഗോഡ് ക്യാൻ ട്രാൻസ്ഫോം സിൻഫുൾ ഹ്യൂമൻ ബീയിങ് ടു ബിക്കം ഹോളി. അപ്പോൾ വിശുദ്ധ ജീവിതം സാധിക്കണമെങ്കിൽ വിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെതായിട്ടുള്ള ഇടപെടലും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം സാധിക്കുകയുള്ളൂ. ഹോളി ലിവിങ് ഈസ് എ ഹാപ്പി ലിവിങ്. നമ്മൾ വിചാരിക്കുന്നത് വിശുദ്ധനായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം എൻജോയ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഒരു അടങ്ങി ഒതുങ്ങിയുള്ളൊരു ജീവിതം. അങ്ങനെയല്ല. ഹോളി പേഴ്സൺ ഈസ് ദ മോസ്റ്റ് ഹാപ്പി പേഴ്സൺ എന്നുള്ളത് തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കുവാൻ പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിന് കഴിയും എന്നുള്ള പ്രിമൈസസിലാണ്
നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ 2 കുറിപ്പ് എൻ്റെ പിള്ളേർ പറയും, ഒരാൾ 11ലും ഒരാൾ 9ലും പഠിക്കുന്നത്. അവർ പറയും, പപ്പ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയാതെ ഒരു പോയിൻ്റായിട്ട് പറ, അപ്പോൾ ഓർത്തിരിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് റെക്കഗ്നൈസ് ദ ട്രൂ ഹോളിനെസ്. നമ്മൾ എന്തെങ്കിലും ഹോളിയാണ് അല്ലെങ്കിൽ വിശുദ്ധമാണ് നല്ലതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നല്ലതാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ യഥാർത്ഥ വിശുദ്ധി എന്നുള്ളത് വി മസ്റ്റ് റെക്കഗ്നൈസ് ഇറ്റ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും, മനസ്സിലാക്കും, അറിയും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും അല്ലേ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വാസ്തവമായത് നല്ലതായത് വെയിറ്റ് ഉള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അത് റിമെമ്പർ ചെയ്യുകയും റിക്കളക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഗ്രാഹ്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിമെമ്പറിങ് ആൻഡ് റിക്കളക്റ്റിംഗ് ദീസ് ട്രൂത്ത്സ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു റെക്കഗ്നൈസ് വാട്ട് ഈസ് ട്രൂ ഹോളിനെസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹോളിനെസ്? വിശുദ്ധി എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു നമ്മുടെ നാണയത്തുട്ടിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും സൈഡാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഹോളിനെസ് എന്താണ്. നമ്മൾ ആദ്യം പാടിയത് നീ പരിശുദ്ധൻ എന്നാണ് പാട്ടിൽ നമ്മൾ പാടിയത്. അപ്പോൾ ദൈവം പരിശുദ്ധൻ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം വി വിൽ പെർസ്യൂ ആഫ്റ്റർ ഹോളിനെസ്. ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ നമുക്ക് അത് പിന്തുടരുവാനായിട്ട് സാധിക്കും. ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ ദൈവം പാപം ചെയ്യില്ല, ദൈവത്തിൽ പാപമില്ല, ദൈവം പ്യുവറാണ് എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ദ അതർനെസ് ഓഫ് ഗോഡ്, ദ മാച്ച്ലെസ്നെസ് ഓഫ് ഗോഡ്, ദ യുണീക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ അതുല്യത, തുല്യം ചൊല്ലുവാൻ മറ്റാരുമില്ലാത്ത ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ദൈവം നിസ്തുല്യനാണ്, തുല്യം ചൊല്ലുവാൻ ആരും ഇല്ല. നമ്മളൊരു പാട്ട് ഇങ്ങനെ പാടാറുണ്ട്, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. എനിക്ക് പാടാൻ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല, പക്ഷേ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരിത് മനോഹരമായിട്ട് തുല്യം ചൊല്ലുവാൻ, ഈക്വലായിട്ട് പറയാൻ മറ്റൊരു ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നതാണ് ദൈവം പരിശുദ്ധനാണ്, ദൈവം ഹോളിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ സിംഗുലാരിറ്റി ഓഫ് ഗോഡ്, വൺ ആൻഡ് ദ ഓൺലി വൺ, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്, ഏകത്വം, അതുപോലെ ആരും ഇല്ല. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും പല കോളേജിൽ പല ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. എന്താ ചെയ്യുന്നത്? ജോലിക്ക് വെയിറ്റ് ചെയ്യാണ്. പ്ലസ് ടു പഠിക്കുന്നു. ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ആ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? 35 പേരുണ്ട്. സിസ്റ്റർ എന്താ ചെയ്യണേ? ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്തായാലും ഈ മോള് മാത്രമായിരിക്കില്ല, കൂടെ കുറേ കൊളീഗ്സ് ഉണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഗോഡ് ഈസ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ഒരു ക്ലാസ്സിലിരുത്തി ആ ക്ലാസ്സിലിരിക്കാൻ പറ്റിയ മറ്റാരുമില്ല. ഹീ ഈസ് എ ക്ലാസ് എബവ് എവ്രി വൺ എൽസ്. ഇത് നമ്മളൊന്ന് ഹൃദയത്തിൽ അരക്കിട്ട് ഉറപ്പിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഗോഡ് ഈസ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ്. ദൈവം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇഫ് യു ഹാവ് ടു പുട്ട് ഹിം ഇൻ എ ക്ലാസ്, ദർ ഇസ് നോബഡി ഹു ക്യാൻ ബി എ കൊളീഗ് ഇൻ ദാറ്റ് ക്ലാസ്. അതേ ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുക, ഞങ്ങൾ ഒരുമിച്ച എന്ന് പറയാൻ പറ്റിയ ഒരാൾ ദൈവത്തോടുള്ള ബന്ധത്തിലില്ല. ഹീസ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് യെശയ്യാവ് 6:3, ഐസയ ചാപ്റ്റർ 6:3 യെശയ്യാവ് സ്വർഗീയമായിട്ടുള്ള ഒരു ദർശനം കണ്ടപ്പോൾ സാറാഫുകൾ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൂതഗണങ്ങൾ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ് ആരാധിച്ചത്, ഹോളി 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 ഈസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, ദ ഹോൾ എർത്ത് ഈസ് ഫുൾ ഓഫ് ഹിസ് ഗ്ലോറി. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഇതേ കാര്യം തന്നെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 4:8 നമ്മൾ വായിക്കുന്നുണ്ട്, ഹോളി 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 ഈസ് ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഹൂ വാസ് ആൻഡ് ഈസ് ടു കം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഒരു മിനിറ്റ് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു
കാര്യമാണ് ഹോളിനെസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ രാവിലെ കേട്ടു. ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അപ്പോൾ ആ സ്നേഹത്തെക്കുറിച്ച് നമുക്കൊരു വാക്യത്തിലും കാണാനില്ല ദൈവം സ്നേഹം സ്നേഹം സ്നേഹം, ലവ് ലവ് ലവ്, മേഴ്സി മേഴ്സി മേഴ്സി, അല്ലെങ്കിൽ ഗ്രേസ് 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 എന്ന് പറഞ്ഞ് ഒരു വാക്യം പോലും നമ്മൾ കാണുന്നില്ല. പക്ഷെ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുന്നത് 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? പല എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പിതാവ് പരിശുദ്ധനാണ്. യേശുക്രിസ്തു പിതാവിനെ വിളിച്ചത് പരിശുദ്ധ പിതാവേ എന്നാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഹോളി തിങ്, വിശുദ്ധ പ്രജ എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, തൻ്റെ മിനിസ്ട്രി, തൻ്റെ ശുശ്രൂഷ വേളയിൽ താൻ കൺഫ്രണ്ട് ചെയ്ത സമയങ്ങളിൽ ആൾക്കാർ പറഞ്ഞു ഇവൻ ദൈവത്തിൻ്റെ പരിശുദ്ധ, ഹീസ് ദ ഹോളി വൺ ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ സ്പിരിറ്റ് ഹോളിയാണ്, ഡിഫറെൻറ്റ് ക്ലാസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഫാദർ ഈസ് ഹോളി, സൺ ഈസ് ഹോളി, സ്പിരിറ്റ് ഈസ് ഹോളി എന്നുള്ളത് നമുക്ക് ആ 3 പ്രാവശ്യത്തെ റെപ്പിറ്റേഷനിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഗോഡ് ഈസ് ഹോളി ഇൻ ദ പാസ്റ്റ്, ഹീ ഈസ് ഹോളി ഇൻ ദ പ്രസൻറ്റ്, ഹീ ഈസ് ഹോളി ഇൻ ദ ഫ്യൂച്ചർ. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് സവർ പാട്ട് പാടി കേൾപ്പിച്ചു, ഇപ്പോൾ നമുക്കുള്ള പ്രസരിപ്പൊന്നും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകത്തില്ല. ജഡനിരകൾ ഒക്കെ വരും, ഇന്നത്തെ സൗന്ദര്യമൊക്കെ പോകും, നമ്മൾ കൂനി വളയാനായിട്ട് തുടങ്ങും. പക്ഷെ ദൈവം അങ്ങനെയല്ല. ഹി വാസ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഇൻ പാസ്റ്റ് ഇറ്റേണിറ്റി. ഹീ ഈസ് ഹോളി ടുഡേ ആൻഡ് ഹി വിൽ ബി ഹോളി ഓൾ ത്രൂ ഇറ്റേണിറ്റി. അത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. പിന്നെ ബിഫോർ ടൈം ബിഗാൻ, സമയം എന്ന് പറയുന്ന സാധനം തുടങ്ങുന്നതിന് മുൻപും സമയത്തിലും കാലത്തിലും കാലത്തിനപ്പുറം നിത്യതയുടെ തുറമുഖത്തും ദൈവം പരിശുദ്ധനാണ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഗോഡ് ഈസ് ഹോളി ഇൻ ഓൾ ഹിസ് ആട്രിബ്യൂട്ട്സ്. ഇത് നമുക്ക് മനസ്സിലാക്കിയാൽ ദൈവത്തിൻ്റെ ഏത് സ്വഭാവ ഗുണങ്ങൾ എടുക്കുമ്പോഴും നമ്മൾ വളരെ അട്രാക്റ്റഡ് ആയിട്ട് തീരും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഞാൻ ഓടിച്ച് ഒന്ന് പറയാം. ദ ഹോളിനെസ് ഓഫ് ഗോഡ് ഈസ് എ ഫൗണ്ടേഷണൽ ആസ്പെക്ട് ഓഫ് ഹിസ് നേച്ചർ എന്ന് പറയാൻ കാരണം എന്താ? ഏത് സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ഏത് ആട്രിബ്യൂട്ട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും തൻ്റെ സകല ഗുണവിശേഷങ്ങളിലും ദൈവം പരിശുദ്ധനാണ്. ഗോഡ്സ് ലവ് ഈസ് ഹോളി ലവ്. എന്താ ഈ ഹോളി ലവ് എന്ന് പറഞ്ഞാൽ? സ്നേഹം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പലർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പേരൻസിൽ നിന്നുള്ള സ്നേഹം, നമ്മുടെ കൂട്ടുകാരിൽ നിന്നുള്ള സ്നേഹം, നമ്മുടെ സഹോദരന്മാരിൽ നിന്നുള്ള സ്നേഹം, അനേക സ്നേഹങ്ങളുണ്ട്. പക്ഷെ ആ സ്നേഹങ്ങളെ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹം ഇറ്റ്സ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ്. there is a distinctiveness to that love. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അത് പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ കൃപ അത് പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ കോപം അത് പരിശുദ്ധമാണ്. എന്താ കോപം പരിശുദ്ധമാണെന്ന് പറയാൻ കാര്യം? ദൈവത്തിൻ്റെ ശിക്ഷയും ദൈവത്തിൻ്റെ അടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ലംഘനത്തിന് അതിന് പറ്റിയ അടിയേ തരുള്ളൂ. നിങ്ങൾ എല്ലാവർക്കും പേരൻസ് ഉണ്ട്. പേരൻസ് നമ്മളെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ശിക്ഷിക്കുമ്പോൾ ചിലത് നമ്മൾ ചെയ്ത കുറ്റത്തെക്കാൾ കുറച്ച് കൂടിപ്പോകും. എനിക്കങ്ങനെ പറ്റാറുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് സോറി വരെ പറയേണ്ട വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് ഓർത്ത് നമ്മൾ അടി കൊടുക്കും, പക്ഷേ മറ്റേ ആളായിരിക്കും ശരിക്കും ഒറിജിനലി തെറ്റ് ചെയ്തത്. ഒരാൾ കള്ളം പറഞ്ഞ് മറ്റേ ആളെ ചിലപ്പോൾ അടി കൊള്ളിപ്പിക്കുന്ന അനുഭവം. പക്ഷെ ദൈവത്തിൻ്റെ പക്കൽ അങ്ങനെയല്ല. ഹിസ് റാത്ത്, ഇറ്റ്സ് ഹോളി റാത്ത് എന്ന് പറഞ്ഞാൽ അത് കൺട്രോൾഡ് ആയിട്ടുള്ള കോപമായിരിക്കും. ആ കോപത്തിൽ നിന്ന് കിട്ടുന്ന അടി എന്ന് പറയുന്നത് ഓരോരോ ലംഘനത്തിനും ഓരോരോ അനുസരണക്കേടിനും തക്കതായിട്ടുള്ള ശിക്ഷ നൽകുന്നവനാണ് ദൈവം. ഹിസ് റാത്ത് ഈസ് ഹോളി, ഹിസ് മേഴ്സി, അവൻ്റെ കരുണ, അവൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നതുകൊണ്ട് അവൻ്റെ ശക്തി ഓൾമൈറ്റി പവറാണ് അല്ലേ. നമുക്കെല്ലാവർക്കും പവറുണ്ട്, പല കാര്യമുണ്ട്. വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ബുക്കോ ബാഗോ ഒക്കെ പൊക്കാം. പക്ഷെ ചിലപ്പോൾ വലിയ സാധനങ്ങൾ വന്നാൽ നമുക്ക് പൊക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന് അങ്ങനെയല്ല. ഹിസ് ഗോട്ട് ദ പവർ ആൻഡ് അതോറിറ്റി, ഇറ്റ്സ് ഓൾ ഹോളി. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സ്, ഏത് ആട്രിബ്യൂട്ട് എടുത്തു കഴിഞ്ഞാലും അതെല്ലാം നിസ്തുല്യമാണ്. ദർ ഇസ് ആൻ അദർനെസ് അറ്റാച്ച്ഡ് ടു ദാറ്റ് എന്നുള്ളത് ഓർത്തിരിക്കാനായിട്ട് ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനവും നിസ്തുല്യമാണ്, അത് പരിശുദ്ധമാണ്. ഇത്രയും പറഞ്ഞ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചെറുത്ത സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ ക്യാരക്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു തരുവാൻ കഴിയും, ദൈവത്തിൻ്റെ കൃപ നമുക്ക് പകർന്നു തരുവാൻ കഴിയും, നമുക്ക് ദൈവത്തിൻ്റെ കൃപയോടുകൂടെ മറ്റുള്ളവരോട് ഇടപെടുവാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ ദയ ദൈവത്തിന് പകർന്നു തരുവാനായിട്ട് സാധിക്കും, ആ ദയ മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കും. ബോവസ് റൂത്തിനോട് ദൈവത്തിൻ്റെ ദയ കാണിച്ചു എന്ന് നമ്മൾ റൂത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദാവീദ് മെഫീബോശെത്തിനോട് ദൈവത്തിൻ്റെ ദയ കാണിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ all these attributes, holy attributes, are all communicable attributes.
ഇനി അവിടുന്ന് താഴത്തോട്ട് നോക്കിയാൽ തൃത്വം എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് ഹോളി. ആരെങ്കിലും ഉണ്ടോ? കോ ഈക്വൽ എറ്റ് ഡിസ്റ്റിങ്ക്റ്റ്. കോ ഈക്വൽ എറ്റ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയാൻ മറ്റാരുമില്ല, ദൈവം മാത്രമേ അങ്ങനെ ഒരാളുള്ളൂ. ഓംനി പ്രസൻറ്റ്, എല്ലായിടത്തും ഒരേ സമയമുള്ള ആരുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ക്യാമ്പിലാണ്. ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് ആവാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ദൈവം എങ്ങനെയാണ്? ദൈവം ഇവിടെയുണ്ട്, സ്വർഗത്തിലുമുണ്ട്, ഈ ജില്ലയിലുമുണ്ട്, അടുത്ത സംസ്ഥാനത്തുമുണ്ട്, അടുത്ത രാജ്യത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഹീസ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഇൻ ഹിസ് ട്രിനിറ്റി. ത്രിയേകനാണ്. അതിൻ്റെ കൂടെ ഓംനീഷൻ, സർവജ്ഞാനി. നമുക്കെല്ലാവർക്കും ചിലതിനെക്കുറിച്ച് ചില അറിവുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പി പഠിക്കാൻ ഒരു കൊച്ചു പോവുകയാണെങ്കിൽ ആ കൊച്ചിന് ഫിസിയോതെറാപ്പിയെക്കുറിച്ച് അറിയാം, പക്ഷെ മറ്റു ചില കാര്യങ്ങൾ അറിയില്ല. ITI പഠിക്കുന്ന ഒരാൾ, ITI പഠിക്കുന്ന ആൾ ആ കാര്യത്തെക്കുറിച്ച് അറിയാം. പക്ഷെ ദൈവത്തിന് ഒന്നും പഠിച്ചറിയാനായിട്ട് ആവശ്യമില്ല. ഹീ നോസ് എവറിത്തിങ് ഫ്രം ബിഗിനിങ് ടു ദ എൻഡ്, ഓൾ ടുഗദർ, കംപ്ലീറ്റ്ലി. അപ്പോൾ ഹീസ് ഹോളി, ഹീസ് ഓഫ് എ ഡിഫറെൻറ്റ് ക്ലാസ്. ഈ സർവ്വവ്യാപി എല്ലായിടത്തും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദാവീദ് ഇത് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, നിന്റെ ആത്മാവിനെ ഓടിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? എവിടെ പോകാനായിട്ട് പറ്റത്തില്ലെന്ന് ദാവീദിന് മനസ്സിലായി. നമ്മൾ ഏതൊരു സീക്രട്ട് പ്ലേസിൽ പോയാലും ദൈവം അവിടെ ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ ഹോളിനെസ്സിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഹീ ഈസ് ഓംനി പ്രസൻറ്റ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. സർവശക്തി, അതിലും ദൈവം ഹോളിയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ ഓൾ ഹിസ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആർ ഹോളി എന്നുള്ളത് ആദ്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ എന്താ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? എനിക്ക് വിശുദ്ധ ജീവിതം, ഈസ് ഹോളി ലിവിങ് പോസിബിൾ ഫോർ മീ എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അതിന് എന്താണ് ട്രൂ ഹോളിനെസ് എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ആദ്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ദൈവം നമുക്ക് പകർന്നു തരും. പക്ഷെ ഞാൻ എത്ര വിശുദ്ധനായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും ദൈവത്തെ പോലെ ത്രിയേകനാവാനായിട്ട് പറ്റുമോ? ഇല്ല. സർവജ്ഞാനിയാകാൻ പറ്റുമോ? ഇല്ല. സർവ്വവ്യാപിയാകാൻ പറ്റുമോ? ആവാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ആകാൻ ആവശ്യവുമില്ല. ബിക്കോസ് ഹീ ഈസ് ഗോഡ് ആൻഡ് ഐ ആം നോട്ട്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. നാം വിശുദ്ധരായിരിക്കണം, നമ്മൾ ഹോളി ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇൻ ഓൾ ഹിസ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് വി ഹാവ് ദ പ്രൊവിഷൻ ടു ബിക്കം ഹോളി എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഒറ്റ സ്ലൈഡിൽ പറസവര എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? നോ വൺ ഈസ് ലൈക്ക് ഹിം. അവനെപ്പോലെ ആരുമില്ല, തുല്യം ചൊല്ലാൻ ആരുമില്ല. അത്രയും കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ പരിശുദ്ധൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ പരിപൂർണ ശുദ്ധിയുള്ള വ്യക്തി എന്നുള്ളത്. അപ്പോൾ വിശുദ്ധനെന്ന് നമ്മളെ വിളിക്കാം, പക്ഷെ വിശുദ്ധരെന്ന് നമ്മളെ വിളിക്കാം, പക്ഷെ പരിശുദ്ധരെന്ന് നമ്മളെ വിളിക്കാനായിട്ട് പറ്റത്തില്ല. ചില ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ പരിശുദ്ധ ബാവ, അല്ലെങ്കിൽ പരിശുദ്ധ ഗ്രിഗോറിയോസ് പുണ്യവാളൻ, പരിശുദ്ധ മറിയ. നോ, അത് പറയാനായിട്ട് പറ്റത്തില്ല. ദൈവം മാത്രമേ പരിശുദ്ധനായിട്ടുള്ളൂ. കാരണം എന്താണ്? ഈസ് ദ ഓൺലി വൺ ഹു ഈസ് ഫുള്ളി ആൻഡ് ടോട്ടലി ആൻഡ് പെർഫെക്റ്റ്ലി ഹോളി എന്നുള്ളത് നമുക്ക് ഓർക്കാം. അപ്പോൾ പരിപൂർണ ശുദ്ധിയുള്ള ആളാണ് പരിശുദ്ധൻ എന്ന് പറയുന്നത്. ആ പരിശുദ്ധിയുടെ ഒരു ഭാഗമാണ് നിർമ്മലനായിരിക്കുക, പ്യുവറായിരിക്കുക. ഒരു ഇംപ്യൂരിറ്റിയും ഇല്ലാത്ത വ്യക്തിയാണ് ദൈവം എന്നുള്ളത് ഓർക്കാം. ദൈവത്തിൻ്റെ ഹോളിനെസ്സിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് ധാർമ്മികമായി ദൈവം തികഞ്ഞവനാണ്. ഹിസ് പെർഫെക്റ്റ് ഇൻ ഹിസ് മോറൽ ലൈഫ്. ആ മൊറാലിറ്റിയിൽ ദൈവത്തിൻ്റെ ഒരു തെറ്റ്, ഒരു ഇമ്പ്യൂരിറ്റി, ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഒരിക്കലും പറ്റാത്ത വ്യക്തിയാണ് ദൈവം എന്നുള്ളത് നമുക്ക് ഓർക്കാം. പിന്നെ ഹിസ് ഓൾവേസ് റൈറ്റ് ആസ് വെൽ ആസ് റൈച്ചസ്. ദൈവം എല്ലായ്പ്പോഴും നീതിമാനാണ്, നീതി മാത്രം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ ഹോളിനെസ്സിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3 സ്ലൈഡിൽ നമ്മൾ ആദ്യം പറഞ്ഞ ദൈവത്തിൻ്റെ ഹോളിനെസ്സിനെ വിൽ കൺഫൈൻ ഇറ്റ് ടു 3 സ്ലൈഡ്സ്, അല്ലെങ്കിൽ 3 ടൈറ്റിൽ നിങ്ങൾ എഴുതി വയ്ക്കണമെങ്കിൽ അത് എഴുതി വയ്ക്കാം. ഒന്ന്, ഹിസ് പൊസിഷനലി ഹോളി. അവൻ്റെ പൊസിഷൻ അനുസരിച്ച് മറ്റാരും ആ ക്ലാസ്സിലില്ല എന്നുള്ളതുകൊണ്ട് ഹിസ് പൊസിഷനലി ഹോളി എന്നുള്ളത് നമുക്ക് ഓർക്കാം. സ്ഥാനീയമായിട്ട് ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ആൻഡ് മോറലി ഗോഡ് ഈസ് ഹോളി. ദൈവത്തിന് ഒരു ഫ്ലോസ് ഇല്ല, തെറ്റില്ല, എല്ലാ പ്രാവശ്യവും റൈറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു കാര്യവും കൂടെ ഓർക്കാനായിട്ട് ആവശ്യമുണ്ട്. ഗോഡ് ഈസ് ജുഡീഷ്യലി ഹോളി. നമുക്കറിയാം, ചില തെറ്റുകൾ ചെയ്യുന്ന കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ പിടിക്കാനായിട്ട് നമ്മുടെ പോലീസിന് പറ്റത്തില്ല. പിടികിട്ടാപ്പള്ളികളുണ്ട്. പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലും അവർ കേസ് പറഞ്ഞ് പുറത്തിയാടിപ്പോവും. അവരെ ശിക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. ബിക്കോസ് ഓഫ് ദെയർ മണി പവർ, മസിൽ പവർ, എന്തെല്ലാം പവർ ഉപയോഗിച്ച് അവരെ ശിക്ഷിക്കാനായിട്ട് നമ്മുടെ ജുഡീഷ്യറിക്ക് സാധിക്കില്ല. പക്ഷേ ഗോഡ് ഈസ് ഹോളി ആസ് എ ജഡ്ജ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും
ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദൈവം ഹോളിയാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ ദൈവത്തോട് ഇടഞ്ഞുള്ളൊരു ജീവിതം, ഈ ദൈവത്തോട് മത്സരിച്ചുള്ളൊരു ജീവിതം, ഇറ്റ്സ് വെരി റിസ്കി ലൈഫ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഓർത്തിരിപ്പാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് റെവലേഷൻ ചാപ്റ്റർ 15 വേഴ്സ് 4, വെളിപ്പാട് പുസ്തകം 15:4, കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ, യു ആർ ഹോളി ആൻഡ് യു അലോൺ ആർ ഹോളി. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ പോലും ആൾക്കാർ നമസ്കരിച്ചു. ഇത് മോശമായി പോയല്ലോ എന്നല്ല, ഇങ്ങനെ കുറ്റം വിധിക്കാൻ, ഇങ്ങനെ ന്യായം വിധിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണല്ലോ എന്നോർത്ത് ആ ദൈവത്തെ നമസ്കരിക്കും എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കോയിൻ്റെ ഒരു സൈഡ് ദൈവത്തിൻ്റെ പരിശുദ്ധി എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ സൈഡ്, നമ്മുടെ ഹോളിനെസ്സിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മീ ബീങ് ഹോളി? ഞാൻ വിശുദ്ധനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം. അത് വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ എഴുതിയിടണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിലയിരുത്തണം. എന്താണ് വിശുദ്ധ ജീവിതം എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ഉദ്ദേശിക്കുന്നത്? സെപ്പറേറ്റ് ഫ്രം സിൻ ആൻഡ് സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ഇത് രണ്ടും ഒരുപോലെ നടന്നാൽ മാത്രമേ ഞാൻ വിശുദ്ധനാണ്, ഞാൻ വിശുദ്ധ ജീവിതം കഴിക്കുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. സെപ്പറേറ്റ് ഫ്രം സിൻ, പാപത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം മാത്രമേ വിശുദ്ധ ജീവിതം എന്ന് ബൈബിൾ സമ്മതിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെപ്പറേഷനും ഉണ്ട്, കോൺസിക്രേഷനും ഉണ്ട്. സെപ്പറേഷൻ ഫ്രം സിൻ ആൻഡ് കോൺസിക്രേറ്റഡ് അൺടു ഗോഡ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഞാൻ കുടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വലിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉപദ്രവം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശുദ്ധനാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ വിശുദ്ധരല്ല. There is a separation and there is a consecration which is involved. So, how can I be holy? How can you all be holy? ആദ്യം നമ്മൾ ഒരു സ്ലൈഡ് പറഞ്ഞു, യെസ് ആൻഡ് നോ. യെസ് ആൻഡ് നോ, പറ്റും പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് പറ്റണം, കാരണം പരിശുദ്ധനായിട്ടുള്ള ദൈവത്തെക്കുറിച്ച് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കണ്ടു. എനിക്കെങ്ങനെ വിശുദ്ധ ജീവിതം കഴിപ്പാനായിട്ട് സാധിക്കും എന്നുള്ളത് നോക്കിയാൽ ഈ സ്ലൈഡിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഹൗ ക്യാൻ എ സെപ്പറേറ്റഡ് സിന്നർ ബിക്കം എ സാങ്ക്ടിഫൈഡ് സെയിൻറ്റ്? ഹൗ ക്യാൻ എ സെപ്പറേറ്റഡ് സിന്നർ ബിക്കം എ സാങ്ക്ടിഫൈഡ് സെയിൻറ്റ്? പാപത്തോട് കൂടെ പാപിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ഒരു സാങ്ക്ടിഫൈഡ്, വിശുദ്ധനായ, ശുദ്ധിയുള്ള ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം നിങ്ങൾ ചോദിക്കും, ഹൂ ഈസ് എ സെപ്പറേറ്റഡ് സിന്നർ? ആരാണ് ഈ സെപ്പറേറ്റഡ് സിന്നർ എന്ന് പറയുന്നത്? ആരാണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിലെ 3 വാക്യം മാത്രം നമുക്കൊന്ന് വായിക്കാം. റോമലേഖനം 3:23 പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, ദർ ഇസ് നോ ഡിഫറൻസ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സോ ഓൾ ഹു ആർ ബോൺ ഇൻ ടു ദിസ് വേൾഡ് ദേ ആർ ഓൾ സെപ്പറേറ്റഡ് സിന്നേഴ്സ്. ദൈവത്തിൽ നിന്ന് അകന്നവരാണ്. ആദാമ്യ സന്തതികളെല്ലാം പാപത്തിലാണ് ജനിക്കുന്നത്, അവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇയ്യോബ്, വളരെ ഭക്തനായിട്ടുള്ള മനുഷ്യൻ പറയുകയാണ്, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അപ്പോൾ ഈ ലോകത്തിൽ ജനിച്ച ഒരൊറ്റ വ്യക്തി പോലും സെപ്പറേറ്റഡ് സിന്നർ എന്നുള്ള ടൈറ്റിൽ ഇല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. സങ്കീർത്തനം 51:5 ദാവീദ്, വീണ്ടും ഭക്തനായ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ഇസ്രായേലിൻ്റെ മധുര ഗായകൻ പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സോ ഫ്രം ബർത്ത് ഐ ആം എ സെപ്പറേറ്റഡ് സിന്നർ. എനിക്ക് എൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. ദൈവത്തിൻ്റെ വചനം നോക്കിക്കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നവനാണ്, ഞാൻ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവനാണ്. വായു കൊണ്ടും അധരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ കാണിക്കും, പക്ഷേ ഹൃദയം അവങ്കിൽ നിന്ന് ദൂരെ മാറ്റിവെച്ച ഒരു ജീവിതമാണ് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പാപത്തിൽ ജനിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധനായതെന്നത് നമ്മുടെ ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്ന ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ബി ബോൺ അഗെയിൻ.
വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന് നിക്കോദെമോസിനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. ബി ബോൺ അഗെയിൻ, ബി ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്ന് ജനിക്കുക. 1 യോഹന്നാനിൽ നമ്മൾ വായിക്കുന്നുണ്ട് ബോൺ ഓഫ് ഗോഡ്, ബോൺ ഫ്രം എബോവ്, സ്വർഗത്തിൽ നിന്ന് ജനിക്കുക അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിക്കുക. ബി എ ന്യൂ ക്രിയേഷൻ അല്ലെങ്കിൽ ബി ഇൻ ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ട്, ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ. അപ്പോൾ സെപ്പറേറ്റഡ് സിന്നറിന് ഒരു സാങ്ക്ടിഫൈഡ് സെയിൻ്റ് ആവാനായിട്ട് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, വീണ്ടും ജനിക്കുക, പുതുതായി ജനിക്കുക, ക്രിസ്തുവിലാകുക, പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ, ഉയരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2 വാക്കുകൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 പത്രോസ് 1:1 ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എന്ന് നമ്മൾ കാണുന്നുണ്ട്. വിലയേറിയ വിശ്വാസം, മോസ്റ്റ് പ്രഷ്യസ് ഫെയ്ത്ത്. എന്താണ് ഈ മോസ്റ്റ് പ്രഷ്യസ് ഫെയ്ത്ത്? ഞാൻ പാപിയാണെന്നുള്ള അറിവ്, അംഗീകാരം, എനിക്ക് തന്നെ രക്ഷപ്പെടുവാൻ പറ്റുകയില്ല എന്നുള്ള അറിവ്, അംഗീകാരം, എന്നെ രക്ഷിപ്പാനായിട്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ ഈ താണഭൂമിയിൽ ജഡത്തിൽ അയച്ചു, ആ പുത്രൻ്റെ മേൽ എൻ്റെ പാപങ്ങളെ ചുമത്തിക്കൊണ്ട് അവനെ ക്രൂശിൽ മേൽ കയറുവാനിടയായി, അവൻ്റെ മരണത്താൽ എൻ്റെ മരണം നീങ്ങി, എനിക്ക് പാപമോചനവും വീണ്ടെടുപ്പും ഉദ്ധാരണവും ഉണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് വിലയേറിയ വിശ്വാസം എന്ന് തിരുവെഴുത്ത് പറയുന്നത്. ആ വിലയേറിയ വിശ്വാസത്തെക്കുറിച്ച് മറ്റൊരു പ്രയോഗം നമ്മൾ യൂദയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഈ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വിശ്വാസം, രക്ഷാകരമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അപ്പോൾ ഈ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ലഭിച്ചാൽ മാത്രമേ വിശുദ്ധ ജീവിതം നമുക്ക് സാധിക്കുകയുള്ളൂ. എന്താണ്? സെപ്പറേറ്റഡ് സിന്നർ ഹാവ് ടു കോൺസെൻട്രേറ്റ് ഹിംസെൽഫ് ഫോർ ലിവിങ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കണമെങ്കിൽ ഈ അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരുവാനായിട്ട് ആവശ്യമുണ്ട്. ആ വിശ്വാസം ഹൃദയത്തിൽ വരുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. മറ്റ് ലോകത്ത് ഒരിടത്തും കിട്ടാത്ത 2 കാര്യം നമുക്ക് ലഭിക്കും. ഒരിടത്തുനിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടത്തില്ല. എന്താണെന്നറിയാമോ? 2 പത്രോസ് 1:3 തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി, ഹിസ് ഡിവൈൻ പവർ എന്ന് നമ്മൾ, ദിവ്യശക്തി, ആ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്, അടുത്ത വാക്ക്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. നമ്മുടെ ടോപ്പിക് എന്താണ്? ഈ പാപം നിറഞ്ഞ ലോകത്തിൽ വിശുദ്ധ ജീവിതം സാധ്യമാണോ? സാധ്യമാണ്. ആർക്ക് സാധ്യമാണ്? പറ്റും, പറ്റില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ആർക്ക് പറ്റില്ല? എ സെപ്പറേറ്റഡ് സിന്നർ കനോട്ട്, ബട്ട് എ സാങ്ക്ടിഫൈഡ് സെയിന്റ് ക്യാൻ. എന്തുകൊണ്ട് ഒരു സെയിന്റിന്, ഒരു വിശ്വാസിക്ക്, മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ലഭിച്ച ഒരാൾക്ക് ഈ വിശുദ്ധ ജീവിതം സാധിക്കും എന്നുള്ളതിൻ്റെ ഒരേ ഒരു ആൻസർ എന്താണെന്നറിയാമോ? വി ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന ഒരു അനുഭവം വീണ്ടും ജനനത്തിൽ ദൈവം നമുക്ക് നൽകുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ട ദൈവം, പരിശുദ്ധനായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കൃപയും അവൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ആ ദിവ്യമായിട്ടുള്ള ഡിവൈൻ നേച്ചർ എല്ലാം, അതുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ്, ആ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്ന ഒരു അനുഭവത്തിൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തു പറ്റുമെന്നറിയാമോ? വെൻ ഐ എം ബോൺ അഗെയിൻ, ആദ്യത്തെ പടിയിലോട്ട് ഞാൻ കയറി നിൽക്കുകയാണ്. എന്താണ്? ദ പൊസിഷണൽ ഹോളിനെസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ദൈവം അവനെ കയറ്റി നിർത്തുകയാണ്. കാരണം എന്താണ്? എണ്ണമില്ല പാപം എന്നിൽ നിന്ന് നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം യേശുക്രിസ്തു എൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് എനിക്കൊരു പ്രത്യേക പൊസിഷണൽ ഹോളിനെസ്, ഇവൻ വിശുദ്ധനാണ്, ഇവൾ വിശുദ്ധമതിയാണ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ തരികയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ നിയമത്തിലെ എപ്പിസൽസ് അല്ലെങ്കിൽ ലേഖനങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊരിന്തിയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, ആ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അനേക പാപങ്ങളും അനേക കുറവശങ്ങളും അനേക പരിമിതികളും പോരായ്മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെ കറക്റ്റ് ചെയ്യാനും അവരെ വിശ്വാസത്തിൽ വളർത്താനും വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ വചനം എഴുതി അവർക്ക് കൊടുത്തത്. പക്ഷേ
അവരെ വിളിക്കുന്നത് എന്താണെന്നറിയുമോ? സെയിൻസ്. എന്താ അങ്ങനെ വിളിക്കാൻ കാര്യം? ദേ ബിക്കെയിം പൊസിഷണലി ഹോളി അറ്റ് ദ പോയിന്റ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ലേറ്റ് ടീനേജ് സമയത്തും ഏർലി 20s ആണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 1993 ഇവിടെ ഇരിക്കുന്ന ഫിന്നി എന്ന് പറയുന്ന ഒരു ദേവദാസൻ അടുത്ത ശുശ്രൂഷിക്കാൻ പറ്റുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാദർ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷവും എൻ്റെ പാപ അവസ്ഥയും വരാനിരിക്കുന്ന ഭയാനകമായിട്ടുള്ള ന്യായവിധിയെക്കുറിച്ചും തിരുവഴുത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. ഐ ബിക്കെയിം ബോൺ അഗെയിൻ, ഐ ബിക്കെയിം ബോൺ ഫ്രം എബവ്, സ്വർഗത്തിൽ ജനിക്കുവാൻ ഇടയായിരുന്നു. 1993 പൊസിഷണലി ഐ ബിക്കെയിം ഹോളി. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേക വാക്യങ്ങളുണ്ട് ഈ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ഈ ഒരു പൊസിഷണൽ ഹോളിനെസ് നമുക്ക് കിട്ടുന്നതിനെക്കുറിച്ച്. അനേക വാക്യങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 6:11 നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. അവിടെ നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു, സാങ്ക്ടിഫൈഡ് ആൻഡ് ജസ്റ്റിഫൈഡ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 തെസ്സലോനിക്കർ 2:13 നമ്മൾ വായിക്കുന്നു, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഒരു ശുദ്ധീകരണം, സത്യത്തിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള ആശ്രയം, അത് ചെയ്ത ഒരു വ്യക്തി പൊസിഷണലി ദൈവം നോക്കുമ്പോൾ ഹോളിയാണ്. പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അത് ഒന്നാമത്തെ കാര്യമാണ്. നെക്സ്റ്റ് കംസ് ദ പ്രാക്ടിക്കൽ ഹോളിനെസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനെസ്. ഇത് നിങ്ങൾ എഴുതി വെക്കണം. പ്രാക്ടിക്കൽ ഹോളിനെസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനെസ്. അതാണ് നമ്മുടെ ഈ ക്യാമ്പിൽ നമ്മൾ ആ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ ടു ലീവ് എ പ്രോഗ്രസീവ് ഹോളി ലൈഫ്, പ്രാക്ടിക്കൽ ഹോളി ലൈഫ് എന്നുള്ളതാണ്. അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. എന്താ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. ആദ്യം നമ്മൾ പറഞ്ഞു, പാപത്തിൽ നിന്ന് വേർവിട്ട് കർത്താവിനായിട്ട് കോൺസിക്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, അത് പ്രോഗ്രസീവ്ലി നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. ആർക്ക് സാധിക്കും? പൊസിഷണലി ഹോളി ആയി തീർന്ന ഒരാൾക്ക് സാധിക്കും. 1 തെസ്സലോനിക്കർ 4:3 ദൈവം പറയുകയാണ്, എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശുദ്ധീകരണമാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, നിങ്ങളെ സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ്. നമ്മളോട് ചോദിക്കില്ലേ ഏത് കറിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ രക്ഷിപ്പാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എന്തോ അവൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസയർ ആൻഡ് വിൽ ഫോർ യു ടു ബി സാങ്ക്ടിഫൈഡ് ആൻഡ് ഹോളി എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. 4ാമത്തെ വാക്യം, ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രങ്ങളെ നോക്കിക്കൊള്ളട്ടെ. സോ ദാറ്റ് മീൻസ് പ്രാക്ടിക്കൽ ഹോളിനെസ്സിന് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. പാസീവായിട്ട് ഇരുന്നാൽ ഒരിക്കലും പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, പ്രോഗ്രസീവ് ഹോളിനെസ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമല്ല. വി നീഡ് ടു പൊസ്യൂ ഇറ്റ്. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് തിരുവഴുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 7:1 ഇന്ന് നിങ്ങൾ രാവിലെ ഈ വാക്യം ധ്യാനിച്ചു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 2 കൊരിന്ത്യർ 7:1 ഒന്ന് നോക്കിക്കേ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവിൻ, പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ് എന്ന് നമ്മളവിടെ കാണാം. അപ്പോൾ വി നീഡ് ടു ഡു സം വർക്ക്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പെർസ്യൂ ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാം. എബ്രായ ലേഖനം 12:14 ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വാക്യമാണ്. ഇപ്പോൾ പറയുകയാണ്, ഹോളിനെസ്സോ അതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നിവിടെ ആരെങ്കിലും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല. രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ യെസ്, ഹോളിനെസ് ഈസ് എ ബിഗ് ഡീൽ ഫോർ മീ എന്ന് പറഞ്ഞേ നമ്മൾ ഇരിക്കുകയുള്ളൂ. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിലായിരിക്കും ഒരു പൊസിഷണൽ ഹോളിനെസ് ലഭിച്ച ആൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. ഉത്സാഹിച്ചില്ലെങ്കിലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു. ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് പറ്റാത്ത ഒരു അനുഭവമായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു പെർസ്യൂ ഹോളിനെസ്, ഫോളോ ആഫ്റ്റർ സാങ്ക്ടിഫിക്കേഷൻ വിത്തൗട്ട് വിച്ച് നോ മാൻ ഷൽ സീ ദ ലോർഡ്.
Pursue holiness without which no man shall see the Lord. എന്താ ഇത് പറയാൻ കാര്യമല്ലോ? പൊസിഷണലി ഹോളി ഒരാളെ ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ, ഡിവൈൻ നേച്ചർ അവനിൽ ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി ആക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ദിവ്യ സ്വഭാവം പിടിച്ചു പറ്റുവാനായിട്ടുള്ള ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകും. ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ദൈവഭക്തനായിട്ടുള്ള ഒരു മനുഷ്യൻ വിശുദ്ധിയെക്കുറിച്ച്, പ്രാക്ടിക്കൽ ഹോളിനെസ്സിനെ കുറിച്ച്, പ്രോഗ്രസീവ് ഹോളിനെസ്സിനെ കുറിച്ച്, സാങ്ക്ടിഫിക്കേഷനെ കുറിച്ച് അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദ മേജർ സീക്രട്ട് ഓഫ് ഹോളി ലിവിംഗ് ലൈസ് ഇൻ ദ ക്വസ്റ്റ്യൻ. The major secret of holy living lies in the mind. In the mind. എനിക്കിത് വേണം, എനിക്കിത് ആവശ്യമാണ്, എനിക്കിത് അത്യാവശ്യമാണ്, ഇതില്ലെങ്കിൽ അത് നഷ്ടമാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഹോളിനെസ്സിൽ പ്രോഗ്രസീവായിട്ട് മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു ദേവദാസൻ, ജോൺ ഓവൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നാം ഹോളിനെസ്സിനെ പെർസ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്കറിയില്ലേ. ഞാൻ എവിടെയാണ് എന്നുള്ളത് നമുക്കറിയണം. ആ ടോപ്പിക്കുകളിൽ ഞാൻ മുഖം മൂടി അണിഞ്ഞാണോ ജീവിക്കുന്നത്, ചോദ്യം അല്ലേ, അടുത്ത സെഷനുകളിൽ വരുന്നുണ്ട്. ഞാൻ ഒരു ഹിപ്പോക്രൈറ്റ് ആയിട്ടാണോ ജീവിക്കുന്നത്, ഇത് അറിയാനായിട്ട് വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വെൻ യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് ഇൻ പർട്ടിക്കുലർ. ഞാനിങ്ങനെ പറയാം, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, പല ഉത്തരവാദിത്തങ്ങളുണ്ട്. നല്ല പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? ബൈബിൾ വായിക്കാം, ദൈവത്തെ അന്വേഷിക്കാം, ദൈവമുഖം അന്വേഷിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണോ ഈ പടത്തിൽ കാണുന്ന മാതിരി പൊടി പിടിച്ച് ഇരിക്കുന്ന ഒരു ബൈബിളും പിന്നെ വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയുമാണ് നമുക്കുള്ളത്? നമ്മൾ വിലയിരുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, നമ്മൾ അന്വേഷിക്കുന്ന കാര്യം എന്താണെന്ന്, മെയിനായിട്ട് അന്വേഷിക്കുന്ന എന്താണോ അതാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്ന സ്ഥലം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗോഡ്സ് ഹോളിനെസ്, രക്ഷ, കർത്താവിൻ്റെ വരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണോ എൻ്റെ അന്വേഷണം? യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ഞാൻ മെസ്സേജുകൾക്ക് വേണ്ടിയിട്ട് ജോൺ കുര്യനെങ്കിലിൻ്റെ മെസ്സേജുണ്ട്, ജെയിംസ് വറീസെങ്കിലിൻ്റെ മെസ്സേജുണ്ട്, അനേക ദൈവദാസന്മാരുടെ മെസ്സേജുണ്ട്, ആത്മീയ അഭിവൃദ്ധിക്കുള്ള മെസ്സേജുകളുണ്ട്, നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്ക് ഉയർത്തുന്ന ഗാനങ്ങൾ, ഈ പ്രിയ സഹോദരന്മാർ ബ്രൗൺ ബ്രദർ, ജെയ്സൺ ബ്രദറൊക്കെ പാടിയ അനേക പാട്ടുകൾ യൂട്യൂബിലുണ്ട്. നമ്മൾ അതാണോ സെർച്ച് ചെയ്യുന്നത് അതോ മറ്റെന്തെങ്കിലും ആണോ? ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന സാധനം എന്താണ്? പെൺപിള്ളേരാണെങ്കിൽ ചിലപ്പോൾ കോസ്മെറ്റിക്സ് സാധനങ്ങൾ, തലയിൽ വയ്ക്കുന്ന പൂവ്, അല്ലെങ്കിൽ മുടി കെട്ടുന്ന പുതിയ സ്റ്റൈൽ, അല്ലെങ്കിൽ പുതിയ ഉടുപ്പ്, അല്ലെങ്കിൽ പുതിയ ടോപ്പ്, പുതിയ പല സാധനങ്ങൾ. ആൺപിള്ളേരാണെങ്കിൽ വേറെ കാറ്റഗറി, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യു ആർ ഫ്രീ ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു. വാട്ട് വുഡ് യു ഡു? ദാറ്റ് ഈസ് വെയർ വി നീഡ് ടു സെർച്ച് ഫോർ ഹോളിനെസ്, അല്ലെങ്കിൽ നമ്മുടെ പെർസ്യൂട്ട് ഓഫ് ഹോളിനെസ് നടക്കേണ്ടത് അവിടെയാണ്. ഞാൻ അന്വേഷിക്കാൻ പോകുന്ന സാധനം ദൈവത്തിന് മഹത്വമാണോ, ദൈവത്തിന് പ്രസാദമാണോ, എൻ്റെ ആത്മീയ അഭിവൃദ്ധിക്ക് പ്രയോജനമാണോ, ഞാൻ നിത്യതയ്ക്ക് മുതൽക്കൂട്ടായി തീരുമോ എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ സെർച്ചിൻ്റെ പ്രൈമറി സെർച്ച് എന്ന് വരികിൽ യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. അല്ലെന്ന് വരികിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ബയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ അന്വേഷണം, ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള എൻ്റെ അന്വേഷണവും എൻ്റെ സെർച്ച് ബാറ് ഞാൻ മെറ്റയിലും എന്തോരം ചോദ്യങ്ങൾ ചോദിച്ചാലും അവരിങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ചോദ്യങ്ങളെല്ലാം ദൈവത്തെ ബന്ധപ്പെട്ടത്, ഗോഡ് സെൻറ്റേഡ്, ക്രൈസ്റ്റ് സെൻറ്റേഡ്, സ്ക്രിപ്ചർ സെൻറ്റേഡ് ആണോ അല്ലയോ? അല്ലെന്ന് വരികിൽ നിങ്ങൾക്ക് ഹോളിനെസ് പെർസ്യൂ ചെയ്യാൻ പറ്റത്തില്ല. യു ആർ ലാഗിങ് ബിഹൈൻഡ്, മുടന്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വിലയിരുത്തണം. ഇത് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ടൈപ്പ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്യുന്നത് എന്താണ്? സിനിമയാണോ, അതോ സീരിയലാണോ, അല്ലെങ്കിൽ വേറെ സ്പോർട്സ് ആണോ? ഏത് കാര്യമാണെന്ന് നാം വിലയിരുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ തിരക്കൽ എവിടെയാണോ അവിടെ ആണ് നമ്മുടെ ഹൃദയം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു പൊസിഷണൽ ഹോളിനെസ്. രണ്ടാമത്തെ കാര്യം പ്രാക്ടിക്കൽ ഹോളിനെസ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഹോളിനെസ്. അതവിടെയാണ് നമ്മളായിരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട എല്ലാവരെയും പെർഫെക്റ്റീവ് ഹോളിനെസ്സിലേക്ക് ദൈവം കൊണ്ടുപോകും. അതിന് ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ തേജസ്കരണമെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, കർത്താവ് വരുമ്പോൾ കർത്താവായിട്ട് മുഴുവനായിട്ട് ചെയ്തോളൂ. ജസ്റ്റിഫിക്കേഷൻ്റെ ഹോളിനെസ്, പൊസിഷണൽ ഹോളിനെസ്സിന് എല്ലാം കർത്താവ് തന്നെ ആദ്യോടന്തം ചെയ്തു.
ഗ്ലോറിഫിക്കേഷൻ അല്ലെങ്കിൽ പെർഫെക്റ്റീവ് ഹോളിനെസ്സും എല്ലാം കർത്താവ് തന്നെ ചെയ്യും. പക്ഷേ ഇടയിലുള്ള കാര്യം പറയാണ്, യു നീഡ് ടു പെർസ്യൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ചില ഒരു എന്താ പറയുന്നത് മോട്ടിവേഷൻ, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എന്ത് കാര്യവും ചെയ്യുള്ളൂ അല്ലേ? എന്ത് കാര്യം ചെയ്യണമെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണം. എന്താണ് ഹോളിനെസ് പെർസ്യൂ ചെയ്യാനായിട്ടുള്ള എൻ്റെ മോട്ടിവേഷൻ? ഒന്ന്, ദ പേഴ്സൺ ഹൂ ബ്രോട്ട് സാൽവേഷൻ ടു യു. രക്ഷ നിങ്ങൾക്ക് ഒരുക്കി തന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരുന്നു. ഞാൻ വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദ അതർനെസ് ഓഫ് ഗോഡ്, അവന് തുല്യം ചൊല്ലുവാൻ മറ്റാരുമില്ല. ദ യുണീക്നെസ് ഓഫ് ഗോഡ്, അവൻ്റെ നോൺ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമുക്ക് എത്തിപ്പിടിക്കുവാൻ ആവശ്യവുമില്ല, എത്തിപ്പിടിക്കുവാൻ കഴിയുമില്ല. പക്ഷേ ഓൾ ഹിസ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, പകർന്നു തരുവാൻ പറ്റുന്ന ദൈവത്തിൻ്റെ സ്വഭാവ ഗുണത്തിലുള്ള എല്ലാ സ്വഭാവവും നമുക്ക് അബ്സോർബ് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യണം എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, യീ ബി ഹോളി ഫോർ ഐ എം ഹോളി. അപ്പോൾ എനിക്ക് വിശുദ്ധ ജീവിതം കഴിപ്പാനായിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ ആരാ? എന്നെ രക്ഷിച്ച, എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയച്ച, എൻ്റെ പാപത്തിൻ്റെ ചുമട് താങ്ങിയ, എൻ്റെ മരണം എനിക്ക് പകരം മരിച്ച, എൻ്റെ ശാപം എനിക്ക് വേണ്ടി ഏറ്റെടുത്ത എൻ്റെ കർത്താവ് പറയുകയാണ്, നീ വിശുദ്ധനായിരിക്കണം, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരായിരിക്കണം. ഈ ബി ഹോളി ഫോർ ഐ എം ഹോളി. പിന്നെ അതേ കാര്യം തന്നെ 1 പത്രോസ് 1:2 നമ്മൾ കാണുന്നുണ്ട്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഒരു വിശുദ്ധീകരണം, ശുദ്ധീകരണത്തിൽ നാം ജീവിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ് എനിക്ക് വിശുദ്ധ ജീവിതം കഴിപ്പാനായിട്ടുള്ള മോട്ടിവേഷൻ? ദ പർപ്പസ് ഓഫ് അവർ സാൽവേഷൻ. ഇത് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നോട്ട് ചെയ്ത് വെക്കണം, അണ്ടർലൈൻ ചെയ്ത് വെക്കണം, ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ദ പേർപ്പസ് ഓഫ് അവർ സാൽവേഷൻ, നിന്നെയും എന്നെയും ഇവിടെ നരകത്തിൽ പോവാതെ ജസ്റ്റ് സ്വർഗത്തിൽ കൊണ്ടുക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തെന്നും ദത്തെടുത്തെന്നും നമ്മളെ ശുദ്ധീകരിച്ചു എന്നും എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദാറ്റ് വി മൈറ്റ് ബി ബ്ലെയിംലെസ് ആൻഡ് ഹോളി ബിഫോർ ഹിം. അവൻ്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെ ഇരിക്കണം? വിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കണം. ആദ്യം നമ്മൾ വായിച്ചായിരുന്നു, ദാവീദ് പറഞ്ഞു, നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? അപ്പോൾ നാം ഇവിടെ ഇരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ്റെ സന്നിധിയിൽ ഞാൻ എങ്ങനെ ഇരിക്കണം? വിശുദ്ധനായിട്ടിരിക്കണമെന്ന് തിരുവെടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് വേണ്ട ഒരു മോട്ടിവേഷൻ, എന്തുകൊണ്ട് വിശുദ്ധ ജീവിതം കഴിക്കണം? ദ പ്യൂരിറ്റി ഓഫ് കോൺഷ്യൻസ് സേക്ക്. മനസാക്ഷി എങ്ങനെ ഇരിക്കണം? ശുദ്ധിയുള്ള മനസാക്ഷി, കുറ്റമില്ലാത്ത മനസാക്ഷിയോടുകൂടെ ജീവിക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം ജീവിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി രഹസ്യ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ മനസാക്ഷി എപ്പോഴും അവനെ ടോർമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. 32-ാം സങ്കീർത്തനമൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ അസ്ഥിക്ക് ദ്രവത്വമായിരുന്നു. കാരണം എന്താ? ഉള്ളിൽ ഇരുന്ന് കോൺഷ്യൻസ് പറഞ്ഞുകൊണ്ടിരിക്കും. നീ ബാക്കിയുള്ളവരുടെ മുൻപിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിൻ്റെ പസ്യൂട്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ ചായ്വ്, ഹൃദയത്തിൻ്റെ ചായ്വ്, നിൻ്റെ അന്വേഷണം, നിൻ്റെ സെർച്ച് ബാറിലെ സെർച്ച് ടൂളിലെ മെറ്റയിലും യൂട്യൂബിലും ഗൂഗിളിലും എല്ലാം നീ ടൈപ്പ് ചെയ്യുന്നത് ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. സോ യുവർ ഹാർട്ട് ഈസ് ആഫ്റ്റർ ദാറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നമ്മൾ ഓർക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ കോൺഷ്യൻസ് എന്നെ കുറ്റം വിധിക്കാതെ, അക്യൂസിങ് കോൺഷ്യൻസോടെ ജീവിക്കാതെ പ്യുവർ കോൺഷ്യൻസോടുകൂടെ ജീവിക്കണമെങ്കിൽ ഞാൻ വിശുദ്ധ ജീവിതം കഴിക്കണം എന്നുള്ളത് ഓർക്കണം. മറ്റെല്ലാവരും പറയാണ് ഇവൻ മിടുക്കനാണ്, ഇവൾ മിടുക്കിയാണ്, നല്ലൊരു കൊച്ചാണ് എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പറയാണ്, ഐ നോ വാട്ട് യു ഡു ഇൻ സീക്രട്ട്. ഈ കോൺഷ്യൻസ് എന്ന് പറയുന്ന കാര്യം തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് പഠിക്കണം. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ പാപത്തോട് പോരാടുവാനായിട്ട്, ടെംപ്ടേഷനിൽ വീണു പോകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അസറ്റാണ് വിറ്റ്നസ്സായിട്ട് ഒരു കോൺഷ്യൻസിനെ വെച്ചിരിക്കുന്നത്. മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. ഐദർ ഇറ്റ് വിൽ അക്യൂസ് യു ഓർ ഇറ്റ് വിൽ എക്സ്ക്യൂസ് യു. എന്താ? നീ കറക്റ്റായിട്ട് ദൈവം മുൻപാകെ ഒരു കാര്യം ചെയ്തു, പക്ഷേ ലോകത്തിൽ 10 പേര് നിന്നിട്ട് പറയുകയാണ് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ് നീ ചെയ്തതെങ്കിൽ മനസാക്ഷി എന്ത് പറയാനാണോ? മോനെ ഒന്നും വിഷമിക്കണ്ട, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നീ ചെയ്തത് കറക്റ്റാണ്. ആ മനസാക്ഷിയും കൊണ്ട് ജീവിക്കുന്നത് ഭയങ്കര ഒരു സുഖമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫോർ ദ കോൺഷ്യൻസ് സേക്ക് യു ഷുഡ് പെർസ്യൂ ഹോളിനെസ്. നാലാമത്തെ കാര്യം, ദ പ്രേയേഴ്സ് ഓഫ് ദ റൈച്ചസ്.
ഇപ്പം നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രെയർ റൂമുണ്ട്. ആ പ്രെയർ റൂമിലിരിക്കുന്ന എല്ലാവരും എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ ദൈവമേ, ഈ കുഞ്ഞുങ്ങൾ, ഈ കടന്നു വന്ന എല്ലാവരും അവരുടെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പിതാക്കന്മാരോട് ചേരണം, അവർ വിശുദ്ധ ജീവിതം കഴിക്കണം. അപ്പോൾ ഓൾ ദ സെയിൻസ് ആർ പ്രേയിങ് ഫോർ യുവർ റൈച്ചസ് പീപ്പിൾ ആർ പ്രേയിങ് ഫോർ യുവർ ഹോളി ലിവിങ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഇടവരരുത് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. പിന്നെ ദ പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധ ജീവിതം കഴിക്കുന്ന ജീവിതങ്ങൾ മറ്റുള്ള എല്ലാവർക്കും ഒരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരിക്കും. ഞാനും വൈക്കത്ത് വേല ചെയ്യുന്ന സുരേഷ് ബ്രദറും കൂടെ യാത്ര ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്, ഞങ്ങൾ അനേക ആൾക്കാരുടെ കാര്യം ഓർത്ത് പ്രാർത്ഥിച്ചു. അവരുടെയൊക്കെ ജീവിതങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയായിരുന്നു. സോ ഫോർ ദ പീപ്പിൾ ഓഫ് ഗോഡ് സേക്ക് യു ഷുഡ് പെർസ്യൂ ഹോളിനെസ്. എന്തുകൊണ്ടാണ്? എൻ്റെ കൊച്ചു ജീവിതം, എൻ്റെ ഈ മൺകൂടാരം കൊണ്ട് മറ്റു ചിലർക്ക് ദൈവത്തെ പിന്തുടരുവാൻ, ദൈവവചനത്തിൽ ആശ്രയിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, അവർക്ക് ആത്മവിശപ്പ്, ദാഹം പ്രൊഡ്യൂസ് ചെയ്യുവാൻ എൻ്റെ കൊച്ചു ജീവിതം കൊണ്ട് ദൈവം ഇടയാക്കുന്നത് ഇറ്റ് ഈസ് വെൻ ഐ പെർസ്യൂ ഹോളിനെസ്. ഇത് നിങ്ങൾ ഓർത്തിരിപ്പാനായിട്ട് ആവശ്യമാണ്. പിന്നെ ഫോർ ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് സേക്ക്, ലോകത്തിലെ മനുഷ്യൻ പാപത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസിയും പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവർ പറയും, ഓ ഇവനും അവനും തമ്മിൽ ഒരു വ്യത്യാസമല്ല, രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും തമ്മിൽ എന്ത് വ്യത്യാസം, അവനും നമ്മളിങ്ങനെ ജീവിച്ചാൽ എന്താ കുഴപ്പം എന്നോർത്ത് അവർ നിത്യനരകത്തിൽ പോയി നിബന്ധിക്കുവാനായിട്ട് ഇടയായി തീരും. ഇഫ് യു വാണ്ട് ടു ബി എ വിറ്റ്നസ് ഫോർ ദ ലോർഡ്, കർത്താവിൻ്റെ നല്ല സാക്ഷിയായിട്ട് ജീവിക്കണമെങ്കിൽ കർത്താവിനെ പോലെ വിശുദ്ധനായിട്ട് ജീവിക്കുവാൻ വി മസ്റ്റ് പെർസ്യൂ ഹോളിനെസ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. പിന്നെ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കരുതൽ. ദൈവത്തിൻ്റെ കരുതലല്ലേ ഇന്ന് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്? ദൈവത്തിൻ്റെ കരുതലല്ലേ ദൈവത്തിൻ്റെ വചനം കേൾപ്പിച്ചത്? ഞാൻ പറഞ്ഞു 93 ഒരു റിലക്റ്റന്റ് ലിസണറായിട്ട് ഒരു ബൈബിൾ ക്ലാസ്സിൻ്റെ ഒരു കോണിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കേൾക്കുവാൻ എൻ്റെ കാതിന് ദൈവം ഭാഗ്യം തന്നത് ദൈവത്തിൻ്റെ കരുതലല്ലേ? എൻ്റെ ഹൃദയം, എൻ്റെ ഇരുട്ടടഞ്ഞ ഹൃദയം തുറന്നത് ദൈവത്തിന് എന്നോടുള്ള കരുതലല്ലേ? അപ്പോൾ ഇന്ന് ഈ തിരക്ക് പിടിച്ച സമയത്ത്, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ലോകത്തിൽ നിങ്ങൾ ഇത്രയും സമയം വേർതിരിച്ച് വരുവാനായിട്ട് ചിലപ്പോൾ പേരൻസ് പറഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ സഭയിൽ മൂപ്പന്മാർ പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ദാറ്റ് ഹാസ് ബ്രോട്ട് യു ടു ദിസ് പ്ലേസ് ഹിയർ അബൌട്ട് ഗോഡ്സ് ഹോളിനെസ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് കേൾക്കുവാനും ഈ പരിശുദ്ധനായിട്ടുള്ള ദൈവം അശുദ്ധരായ പാപികളായ നമ്മളെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാനും ഒരു പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ, പ്രോഗ്രസീവ് ഹോളിനെസ്സിൽ തൻ്റെ നിഴലുകളായിട്ട് വിളങ്ങുവാൻ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ കരുതലാണ്. ആ കരുതലിനെ നമ്മൾ അവഗണിച്ചു പോകുവാനായിട്ട് ഇടവരരുത്. അനദർ മോട്ടിവേഷൻ, പണിഷ്മെൻറ്റ് ഫോർ സിൻ. പണിഷ്മെൻറ്റ് ഫോർ സിൻ. ഞാൻ എങ്ങനെയും ജീവിക്കും എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ദൈവം വെറുതെ വിടുന്ന ദൈവമല്ല. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഗോഡ്സ് ഹോളിനെസ്, ഹിസ് പൊസിഷണലി ഹോളി, ഹിസ് മോറൽ ഇസ് ഹോളി, അല്ലെങ്കിൽ ഹിസ് മോറലി ഹോളി. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ഹിസ് ജുഡീഷ്യലി ഹോളി. ഒരൊറ്റ പാപത്തെയും ദൈവം വെറുതെ വിടുകയില്ല. ഐദർ യു വിൽ ബി പണിഷ്ഡ് ഇൻ ഹെൽ ഓർ ഇറ്റ് വിൽ ബി പാർഡൻഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ നീ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് പ്രതിപകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മരിച്ച കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യുവർ സിൻസ് വിൽ ബി ക്ലെൻസ്ഡ്, യു വിൽ ബി മെയ്ഡ് ഹോളി പൊസിഷണലി, ആൻഡ് യു വിൽ ബി പ്രോഗ്രസീവ്ലി സാങ്ക്ടിഫൈഡ്, ആൻഡ് യു വിൽ ബി പെർഫെക്റ്റഡ് ഇൻ ഹോളിനെസ് ഇൻ ഗ്ലോറിഫിക്കേഷൻ. പക്ഷെ അല്ലെന്ന് വരികിൽ ദൈവം പാപത്തെ ന്യായം വിധിക്കുമെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ, വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. എബ്രായലേഖനം 12:10. ഇത് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പേരൻസ് നമ്മളെ ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ശിക്ഷ കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും മാത്രമേ. ഇപ്പം നിങ്ങളെ ആരെങ്കിലും അടിക്കാറുണ്ടോ? ഇല്ല. കുഞ്ഞിലേക്ക് അടിക്കുമായിരുന്നു. ഇപ്പം നിങ്ങളുടെ പേരൻസ് നിങ്ങളെ അടിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന് പ്രായം നോക്കിയിട്ടല്ല അടിക്കുന്നത്. എത്ര പ്രായമാണെങ്കിലും ദൈവം അടിക്കും. അങ്ങനെ അടിക്കുന്നതിൻ്റെ ഉദ്ദേശവും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിത്യ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ടിട്ടും കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടും നാം പാപത്തെ പിന്തുടരുന്നു, നാം ഹോളിനെസ്സിനെ പെർസ്യൂ ചെയ്യുന്നില്ലെന്ന് വരികിൽ അവൻ ശിക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതൊരു ഭയനിർദ്ദേശമായിട്ട് ഈ വാക്യം നമ്മുടെ ബൈബിളിൽ അടിവരയിട്ട് വെക്കണം.
അവൻ്റെ അടി നമുക്ക് താങ്ങാൻ പറ്റും എന്ന് നമ്മൾ വിചാരിക്കും. താങ്ങാൻ പറ്റാത്ത അടി അടിക്കാൻ ദൈവത്തിന് പറ്റും. ബാലശിക്ഷ മരണം വരെ ഉണ്ടെന്നുള്ള വാക്യം ഇവിടെ ഒരു സൗകര്യം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഗുണത്തിനായിട്ട് എന്തിനു വേണ്ടിയിട്ട്? വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ഓൾ ഹിസ് പണിഷ്മെന്റ്, ഓൾ ഹിസ് ഡിസിപ്ലിൻ? വിശുദ്ധി പ്രാപിക്കാൻ. അപ്പൊ പിന്നെ നമുക്ക് ഈ അടി കൊള്ളാതെ വിശുദ്ധിയെ പിന്തുടർന്നാൽ എങ്ങനെ ഇരിക്കും? സുരേഷ് വൈക്കത്ത് വേല ചെയ്യുന്ന ദേവദാസൻ ഇങ്ങനെ പറയും, ഒരു മീനിനെ പിടിക്കാണ്, ഒരു മീനിനെ വളർത്താനായിട്ടാണ് പിടിക്കുന്നത്, വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു ടാങ്കിൽ വളർത്താനായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ പുഴയിൽ പോയിട്ട് ചൂണ്ടയിട്ട് പിടിക്കുന്നതായിരിക്കോ വല പിടിക്കുന്നതായിരിക്കോ മീനിന് നല്ലതെന്ന് അദ്ദേഹം ചോദിക്കും. പറ, ചൂണ്ട പിടിക്കുവാണോ, വളർത്താനാ, കറി വെക്കാനല്ല, വല പിടിക്കുവാണോ ചൂണ്ട പിടിക്കുവായിരിക്കോ മീനിന് നല്ലത്? വലയില. എന്താ ഉറക്കെ പറഞ്ഞോ? ചൂണ്ട പിടിച്ചാൽ തൊണ്ട പോകുന്ന ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു. ചൂണ്ട പിടിച്ചാൽ തൊണ്ട പോകും, അത് മുറുവ അല്ലേ? ഒരു വല കാണിച്ചിട്ട് വളർത്താനായിട്ട് നല്ലൊരാളാണെങ്കിൽ അങ്ങോട്ട് കയറിയാൽ മതി, പിന്നെ തീറ്റയും കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് തിരുവെഴുത്തിലൂടെ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരുമ്പോൾ നാം വിശുദ്ധിയെ പിന്തുടരുവാൻ സന്തോഷത്തോടെ, ഇത്ര ഉന്നതനായിട്ടുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിരിക്കുന്നു, ഞാനത് പിന്തുടരും എന്നുള്ള നിർണയത്തോടെ നിശ്ചയത്തോടെ പോയാൽ വിശുദ്ധി പ്രാപിച്ച് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഗുണത്തിനായിട്ട്, അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാനായിട്ട് അവൻ നമ്മെ ശിക്ഷിക്കും എന്ന് എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ബൈബിളിൽ വാക്യമില്ലേ? ഉണ്ട്. അടുത്തത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് നമ്മൾ തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവകൃപയെക്കുറിച്ച് താഴത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ചുമ്മാ വളർത്തുകയല്ല, തീറ്റ മാത്രം തന്ന് വളർത്തുകയല്ല, ശിക്ഷിച്ച് വളർത്തും. ശിക്ഷ എപ്പോഴാണ് കിട്ടുന്നത്? when we are not aligning with his will, when we are not aligning with his word. അവൻ്റെ വചനവുമായിട്ട് നമ്മൾ സഹകരിക്കാതെ, അവൻ്റെ ഇഷ്ടവുമായിട്ട് നമ്മൾ സഹകരിക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നില സംഭവിച്ചു പോകുന്നത്. പിന്നെ ഇത്രയും നാളത്തെ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവമായതുകൊണ്ട് ഞാൻ ആ ദൈവത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുവാനായിട്ട് വിശുദ്ധിയെ പിന്തുടരണം. ദ പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ ആൻഡ് റിവാർഡ്. വിശുദ്ധനായിട്ട് വിശുദ്ധമതിയായിട്ട് ജീവിച്ചാൽ അതിനൊരു പ്രതിഫലമുണ്ട്. യഹോവ ഭക്തി ജീവ ഹേതുവാകുന്നു. അത് മാത്രമല്ല, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. ഇന്ന് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ റിഫ്ലക്ഷനായിട്ട് ജീവിച്ചാൽ പ്രതിഫലമുണ്ട് എന്നുള്ളത് നമുക്കൊരു മോട്ടിവേഷനായിട്ട് ഇരിപ്പാനായിട്ട് ആവശ്യമുണ്ട്. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് നാം ഒറ്റക്കല്ല, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ദിവ്യശക്തി നമ്മൾ എനർജൈസ് ചെയ്ത് എക്യുപ്പ് ചെയ്ത് ഹോളിനെസ് പർസ്യൂ ചെയ്യുവാനായിട്ട് ഒരു ദൈവ പൈതലിനെ ദൈവം സഹായിക്കും. ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു, പറ്റും പറ്റില്ല. രക്ഷിക്കപ്പെടാത്തവന് ഹോളിനെസ് പർസ്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട ആൾക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളി ആയതുകൊണ്ടും ദിവ്യമായിട്ടുള്ള ഒരു ശക്തി അവൻ വ്യാപരിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ അവനെ എനർജൈസ് ചെയ്ത് എക്യുപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് അവന് വിശുദ്ധ ജീവിതം സാധ്യമാണ് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. ജോൺ ഗുരുനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവ സ്വഭാവത്തിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ഹിസ് ഹോളിനെസ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഓൾ ഹിസ് ആട്രിബ്യൂട്ട്സ് ആർ ഹോളി എന്ന് നമ്മൾ പറഞ്ഞു. ആ മുഴച്ചു നിൽക്കുന്ന സ്വഭാവം ഹോളിനെസ് ആണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും മുന്തി നിൽക്കുന്ന മുഴച്ചു നിൽക്കുന്ന സ്വഭാവമാകുന്ന വിശുദ്ധി എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ അതിനെ പിന്തുടരുമ്പോൾ ദൈവം ഓൾറെഡി എന്നിൽ പ്രസാദിക്കും. അവൻ നമ്മിൽ പ്രസാദിച്ചാൽ അവൻ നമുക്ക് അധികം കൃപ നൽകും. അവൻ്റെ കൃപ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിപ്പാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. ഒന്നാമത്തെ കുറിപ്പ് നമ്മൾ പറഞ്ഞ് തുടങ്ങിയത് എന്തായിരുന്നു? റെക്കഗ്നൈസ് ട്രൂ ഹോളിനെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. നൗ വാട്ട് വി നീഡ് ടു ഡു? വി നീഡ് ടു റിലൈ ഓൺ ദിസ് ഹോളി ഗോഡ്. ഈ വിശുദ്ധനായിട്ടുള്ള ദൈവത്തിൽ നാം ആശ്രയിക്കണം. രക്ഷയ്ക്കായിട്ട് ആശ്രയിക്കണം. രക്ഷയ്ക്കായിട്ട് ആശ്രയിച്ചവർ എന്ത് ചെയ്യണം? വിശുദ്ധ ജീവിതത്തിനായിട്ട് യു റിലൈ അപ്പോൺ ദിസ് ഹോളി ഗോഡ്. മൂന്നാമത്തെ കുറിപ്പ്, യു നീഡ് ടു റിഫ്ലക്ട് ഗോഡ്സ് ഹോളിനെസ്. ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ ദയയിൽ നാം വെളിപ്പെടുത്തി അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇടയാകണം. അങ്ങനെ തീർക്കുവാൻ ദൈവം ശക്തനാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്നത് ദൈവം വളരെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നാം ചെയ്താൽ ദൈവം ഇത് നമ്മിൽ സാധിപ്പിക്കും. എന്താണെന്നറിയാമോ? തുടർമാനമായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, ദൈവമുഖം അന്വേഷിക്കുക. ഒന്ന്, റീഡ് ദ ബൈബിൾ, മെഡിറ്റേറ്റ് ദ ബൈബിൾ ആൻഡ്
കീപ് ദോസ് ട്രൂത്ത്സ് ഡീപ്പ് ഇൻ യുവർ ഹാർട്ട്. ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഇത് ചെയ്താൽ ദൈവം നമ്മളെ ഹോളിനെസ്സിൽ പ്രോഗ്രസ് ചെയ്യുവാനായിട്ട് എനർജൈസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ദൈവത്തോട് പറയുക, കർത്താവേ എനിക്ക് പറ്റുന്നില്ല, പാപലോകമാണ്, എൻ്റെ പാപജഡമാണ്, എനിക്ക് വീഴ്ചകൾ വരുന്നു. ഏറ്റുപറഞ്ഞ് പാപങ്ങളെ ഉപേക്ഷിക്കുക. അതിൻ്റെ കൂടെ യു കീപ് പ്രേയിങ് ടു ദ ലോർഡ്. രണ്ടാമത്തെ കാര്യം. പിന്നെ ബി ഇൻ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ ജനവുമായിട്ടുള്ള കൂട്ടായ്മ. അവരിൽ കർത്താവിൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ആകണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരുവാനായിട്ടിടയായിത്തീരും. ഇത് മൂന്നും വളരെ സിമ്പിളല്ലേ? ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, ദൈവജനത്തോട് ചേർന്ന് നിൽക്കുക. ബി വിത്ത് ഗോഡ്, ബി വിത്ത് ഗോഡ്സ് വേർഡ്, ബി വിത്ത് ഗോഡ്സ് പീപ്പിൾ. പിന്നെ അനുസരിക്കുക. അനുസരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഹി വിൽ റിവീൽ ഹിംസെൽഫ് മോർ ടു യു. യോഹന്നാന്റെ സുവിശേഷം 14:21 തോന്നുന്നു. നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തും. ഹി വിൽ ഡിസ്ക്ലോസ് ഹിംസെൽഫ് ടു അസ്, ഹി വിൽ റിവീൽ ഹിംസെൽഫ് ടു അസ്. അവനെ കാണുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരുന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെ ജീവിതത്തിലും ചെയ്യും. അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പോൾ ജോൺ ഗുരുനെങ്കിൽ തിരുമല ബ്രദർ അസംബ്ലിയിൽ ചെയ്ത ഈ മെസ്സേജ് ഒന്ന് കേൾക്കണം. ഞാൻ ഈ നോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലാസ്റ്റുള്ള ആ യൂട്യൂബ് ലിങ്ക്, അല്ലെങ്കിൽ TBA തിരുമല ബ്രദർ അസംബ്ലി, TBA ജോൺ ഗുരൻ മെസ്സേജസ് ടൈപ്പ് ചെയ്താൽ നമുക്കത് കിട്ടും. ഈ മെസ്സേജ് എല്ലാവരും ഒന്ന് കേൾക്കണം, കേട്ടിട്ടില്ലെങ്കിലും. തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് കുറച്ചും കൂടെ പ്രചോദനമായിട്ട് തീരും. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകും.